ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ ദിശകളെക്കുറിച്ചും ഈ ഫെങ് ഷുയി ഫ്ലൈയിങ് ഫെങ് ഷുയി അനുസരിച്ച് മാറ്റേണ്ടതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ദിശയ്ക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് സാർ പറഞ്ഞിരുന്നു. അതെല്ലാം കൂടെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നമ്മൾ പുതിയ ദിശ, അതായത് നമുക്ക് തെക്ക് കിഴക്ക് ദിശയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആദ്യം തൊട്ടുള്ള ദിശകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് നമുക്ക് തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകാം. ആദ്യം തൊട്ട് നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയിയിൽ ഇയർലി വരുന്ന കറക്ഷൻ വരുന്നത് ഈ വരുന്ന ഫെബ്രുവരി 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ഫെബ്രുവരി 16 വരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇയർലി വരുന്നൊരു ചേഞ്ചിങ്ങാണ് അത് വരുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാവശ്യം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ള 4, അതായത് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ്, ഇത്രയും ഭാഗങ്ങളിലാണ് പ്രാവശ്യം നെഗറ്റീവായിട്ടുള്ള സ്റ്റാറുകൾ നിൽക്കുന്നത്. ആ ഭാഗത്തുള്ള ഡയറക്ഷൻസിലൊക്കെ വീടുകളിലൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. വിശദമായിട്ട് പറയുകയാണെങ്കിൽ തെക്ക് ഭാഗത്ത് പ്രശസ്തിയൊക്കെ നഷ്ടപ്പെടും. അതിനകത്ത് നമുക്ക് പ്ലാൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ കുറേ മാറും. അതേപോലെ തന്നെ ഗ്രീൻ കളർ ആഡ് ചെയ്താൽ മാറും. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നി മൂലഭാഗത്തോട്ടുള്ള ഡയറക്ഷനുള്ള വീടുകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റൽസൊക്കെ എടുത്ത് മാറ്റണം. ക്രിസ്റ്റൽസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ബ്രൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനെ കുറയ്ക്കുവാൻ പറ്റും. അത് കഴിഞ്ഞാൽ വരുന്നത് വെസ്റ്റാണ്. അവിടെ 3 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ്, കുട്ടികളുടെ ആയിട്ടുള്ള തട്ടാണ്. ആ വെസ്റ്റ് ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താൽക്കാലിക റെമഡി നമുക്കൊരു വെൻസൈംസ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. അതേപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വീട്ടിലെ ഗ്രഹനാഥൻ്റെ പുറത്തിറങ്ങിപ്പോയി വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു തട്ടാണ്. ആ ഭാഗത്തും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി 2 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നിൽക്കുന്നത്. അത് ഗ്രഹനാഥന് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ തൊഴിലുണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. അവിടെയും കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ കളറിലെ ക്രിസ്റ്റലൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. അതവിടെ വയ്ക്കാൻ ക്രിസ്റ്റൽസ് ഒന്നും ഇപ്പോൾ അവിടെ പാടില്ല. പകരം 6 റോഡിൻ്റെ വെൻചെയിംസ്, അത് കോമൺ ആയിട്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റുന്നതാണ്. വെൻചെയിംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നോർത്ത് ഡയറക്ഷൻ പറഞ്ഞു. പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളാണ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ്, ഇത്രയും പോസിറ്റീവാണ്. അപ്പോൾ നോർത്ത് പവർഫുള്ളായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് 6 എന്ന് പറഞ്ഞൊരു എനർജിയാണ്. അതിൽ നമുക്ക് ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ളതാണ്. ഇപ്പോൾ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വീടിൻ്റെ നോർത്ത് ഭാഗത്തുള്ള റൂം ഉപയോഗിക്കാം. അത് നോർത്ത് ഡയറക്ഷനുള്ള വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 6 റോഡിൻ്റെ വെൻചെയിംസും, കാരണം ആ 6 എന്ന് പറഞ്ഞ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വെൻചെയിംസോ അല്ലെങ്കിൽ കുതിരലാടോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മണി സ്ട്രിങ്സോ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നോർത്ത് ഡയറക്ഷനുള്ള വീടുകളിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഇപ്പോൾ എന്തെങ്കിലും നല്ല ഹയർ സ്റ്റഡീസിനൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ആ ഭാഗത്തുള്ള റൂം സെലക്ട് ചെയ്ത് അവിടെ ഇരുന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്ന, കാരണം 4 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് അവിടെ ഉള്ളത്. 4 എന്ന് പറയുമ്പോൾ ലവ്, സ്നേഹം ഒക്കെ ഉള്ള ഒരിതാണ്. കുട്ടികൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഒത്തിരിയൊക്കെ പ്രാവശ്യം ഈ വർഷം മാറുവാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഈസ്റ്റ്. അവിടെ 8 പീരീഡ് 8 എന്ന് പറഞ്ഞ ഒരു ഇതാണ് അവിടെ വന്നിട്ടുള്ളത്. ആ ഒരു കോമ്പിനേഷനാണ് അവിടെ ആ ഒരു സ്റ്റാറാണ് അവിടെ വന്നിട്ടുള്ളത്. അസുഖങ്ങളൊക്കെ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേയൊക്കെ ഒരു റിലീഫ് കിട്ടുവാനുള്ള ഒരു ഇതുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ബൂസ്റ്റിങ് കാര്യങ്ങളൊന്നും വേണ്ട. അതേപോലെ തന്നെ സാമ്പത്തികത്തിൻ്റെ തട്ടാണ് നമ്മുടെ വീട്ടിൽ സൗത്ത് ഈസ്റ്റ് കോർണർ. നമുക്ക് ഇപ്രാവശ്യം സൗത്ത് ഈസ്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ 9 ആണ് നിൽക്കുന്നത്. ഈ 9 എന്ന് പറയുന്ന ആ ഒരു ഒരു ന്യൂട്ടോ അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റിലാണ് 9 നിൽക്കുന്നത്. 9 എല്ലാമായിട്ട് ചേരും. മനസ്സിലാവുന്നുണ്ട്? ഏത് എനർജി ഇപ്പം 9 7നോട് നിൽക്കുകയാണെങ്കിൽ അത് നെഗറ്റീവായി മാറും. 9 8നോട് നിൽക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എഫക്റ്റിലാണ് അത് നിൽക്കുന്നത്. അപ്പം ആ പോയിന്റിൽ ഇപ്പം നിൽക്കുന്ന 3 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, സാമ്പത്തികത്തിൻ്റെ തട്ടായിട്ട് 3 എന്ന് വെച്ചിട്ട് ഓൾറെഡി ഒരു ബൂസ്റ്റിങ്, സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കുവാൻ നമുക്ക് ആ ഭാഗത്ത് കഴിയും. അതിനൊരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റുള്ള രീതിയിലാണ്. ഇതൊക്കെ പോയതിന് ശേഷം സെൻട്രൽ പോയിൻ്റ് ഉണ്ട്. സെൻട്രൽ പോയിൻ്റാണ്
വളരെ നല്ല രീതിയിൽ നമ്മൾ 1 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നമുക്ക് ബ്രഹ്മസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലെ നടുക്ക് റൂം ഉണ്ടാവുമല്ലോ, അത് അവിടെ 1 ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. അതും കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറാണ് 1. ഇനി എന്തായാലും വലിയ പ്രോബ്ലം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെൻട്രലിലൊക്കെ 2 ഒക്കെയാണ് വന്നിട്ടുള്ളതും. അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 9 ആയിരുന്നു, വേറെ പ്രോബ്ലം 9 ആയിരുന്നു സെൻട്രൽ വന്നിട്ടുള്ളത്. അത് ഓരോ കോമ്പിനേഷൻസ് അനുസരിച്ച് വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ കോമണായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ 8 എപ്പിസോഡ് കൊണ്ട് ഇതിനെക്കുറിച്ചായിരുന്നു വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ദിശകളെക്കുറിച്ചും ഈ ചാനൽ ഇത് ചേഞ്ച് ചെയ്യുന്നതൊക്കെ കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ട് വീടുകൾ സെറ്റ് ചെയ്ത് ആൾക്കാർ കറക്റ്റ് ചെയ്ത് വയ്ക്കും. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു വീടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, പല ഇടത്തും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വീട് ഒരു ക്ഷേത്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ വീട് ഒരു ആരാധനാലയമായി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. എന്താണ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ എന്താണ് ഒരു ആരാധനാലയം, അവിടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രീതിയിലാക്കിയെടുക്കാൻ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയാറുണ്ട്. അപ്പം വീടൊരു ക്ഷേത്രമാക്കി, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും. അവിടെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, അല്ലേ? എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മുടെ ഒരു വീട്ടിൽ, ചില വീടുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അകത്ത് കയറാൻ ഞങ്ങൾക്ക് തോന്നാറില്ല, ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്യും. എനർജി കൊണ്ടുള്ള പ്രശ്നം. അതെ, നമുക്ക് ഇതിനകത്ത് ഫെങ്ഷുയിലെ ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള ഒരു സാധനം വീട്ടിൽ വെക്കരുത്. അതുകൊണ്ടാണ് ഈ പൊട്ടിയ കണ്ണാടിയിൽ നോക്കരുത് എന്നൊക്കെ പറയുന്നത്. നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. പൊട്ടിയ കണ്ണാടി നോക്കുക. ഇപ്പം ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ പല വീടുകളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ പൊട്ടിയിരിക്കും. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് നെഗറ്റീവ് എനർജി കൂടുതലായിട്ടുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? പൊട്ടിയതോ ഉടഞ്ഞതോ ആയിട്ടുള്ള ഒരു സാധനം വീട്ടിൽ ഉപയോഗിക്കരുത്. ഇപ്പം പ്രത്യേകിച്ച് അത് ഞാൻ പറയാൻ കാരണം, വരുന്ന ഫെങ്ഷുയി മുഖേന ഫെബ്രുവരി 5 കഴിയുമ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇതിൽ പുതിയ വർഷമാണ് ഇപ്പോൾ നമുക്ക് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ വീട് എപ്പോഴും നീറ്റായിരിക്കുക. അത് വീട്ടിലുള്ള ഗ്രഹനാഥന്മാരാണ് അതൊരു നിശ്ചയമെടുക്കേണ്ടത്. എന്നാൽ ഗ്രഹനാഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഗ്രഹനാഥൻ വിചാരിക്കുക എനിക്കല്ലല്ലോ ഒരു ഡ്യൂട്ടി, ഗ്രഹനാഥയ്ക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ചേർന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിന്. ഫസ്റ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക വീട്. ഒരു വർഷം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം വീട്ടിലുണ്ടോ ഉപേക്ഷിച്ചേക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇതെല്ലാം കൂടെ ഒരു പേപ്പർ നോട്ട് ചെയ്തിട്ട് വിളിക്കുക. എന്നെ നേരിട്ട് കാണണമെന്നുള്ളവർ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ തൊട്ട് ഞാൻ അവിടെ ഉണ്ടാവും. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. നമസ്കാരം.